അപ്പോൾ ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ വെറുതെ ഒന്ന് പാർക്കിലൊക്കെ പോകാമെന്ന് കരുതിയേ. പാർക്കിലേക്ക് പോകാൻ വേണ്ടി റെഡി ആകുന്നുണ്ട് ഞാൻ. പാറുക്കുട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഇറങ്ങാൻ പോകുന്നതാണ്. വേറെ ആരുമില്ല, ഞാനും സുമേശനും പിന്നെ പാറുക്കുട്ടിയും മാത്രമേ ഉള്ളൂ. കയ്യിൽ വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു 5 മിനിറ്റിൻ്റെ ഓട്ടം ഒന്നും പറയാനില്ല, അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ മേലൂരിൽ നിന്ന് പാറപ്പുറം പാലം കയറി കഴിഞ്ഞാൽ അടുത്ത് തന്നെയാണ് പാറപ്പുറം ബ്രിഡ്ജ്. കുറച്ച് സമയങ്ങളിൽ ചിലവഴിക്കാൻ പറ്റിയ ഒരിടം. കുറച്ച് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും, വേറെ കുട്ടികൾക്ക് കളിക്കേണ്ടതായിട്ടൊന്നുമില്ല. കുറച്ച് ബെഞ്ച് ഉണ്ടാവും. സായാഹ്നങ്ങളിൽ ഇങ്ങനെ വന്നിരുന്ന് ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഇതല്ലേ അണക്കെട്ടില്ലേ, അണക്കെട്ടിൻ്റെ നടുവിലേക്ക് കൂടിയുള്ള വെള്ളത്തിൻ്റെ പോക്കാണ്. അപ്പോൾ അവിടെ ചെറിയൊരു സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ചെറിയ സമയമാണ്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേറെയും പോകാനുണ്ട്. അതുകൊണ്ട് നമ്മൾ പാർക്കിലേക്ക് പോയില്ല. പാർക്കിൽ പോയി കഴിഞ്ഞാൽ പാർക്കുട്ടിക്ക് കളിക്കാൻ കയറി കഴിഞ്ഞാൽ അവൾ പിന്നെ ആ റൈഡിൽ നിന്നൊന്നും ഇറങ്ങി വരില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകാണ്ട് നേരെ പാറപ്പുറം പാലത്തിലേക്ക് പോയതാണ്. അങ്ങനെ ഇതാ പാറപ്പുറം പാലത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലെ പാറപ്പുറം എന്താ പറയുക, ഈ അണക്കെട്ട്. അപ്പോൾ അണക്കെട്ടിൻ്റെ മേലെ ഇപ്പുറത്തുനിന്ന് അപ്പുറം എത്തുമ്പോൾ മാവിലായി അങ്ങനെ എന്തോ പറയും, അങ്ങനെ എന്തോ വേറെ ഏതോ പഞ്ചായത്തിലെത്തും. എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. സുമേശ്വരൻ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പെരളശ്ശേരി പഞ്ചായത്തോ മറ്റോ ആകുന്നുണ്ട്, മാവിലായി ദേശം അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അവിടെ പാർക്കിലെത്തിയപ്പോഴേ പാറക്കുട്ടി കളി തുടങ്ങിയിട്ടുണ്ട്. ഈ തണേൻ്റെ മേലെയൊക്കെ കയറി കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാകുന്നുണ്ട്. നല്ല സന്ധ്യ സമയം നല്ല ഉദിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടോ, ഈ അണക്കെട്ടിൻ്റെ ഇതായതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. പിന്നെ കുറച്ച് പോപ്കോണൊക്കെ വാങ്ങി കുറിക്കുന്നുണ്ടായിരുന്നു. പോപ്കോൺ ആണെങ്കിൽ അവൾ എരിവുള്ള പോപ്കോണേ വാങ്ങുകയും ചെയ്യും. പക്ഷെ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാ പോപ്കോണിനെക്കാട്ടും എരിവുള്ള പോപ്കോണിനാണ് നല്ലൊരു ഫ്ലേവർ വരുന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ പിന്നെ ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ, നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ. ഞങ്ങൾ നേരെ അവിടുന്ന് പോയത് ചെറുക്കുനി ടൗണിലേക്കാണ്. അവിടുന്ന് ഒരു കേക്ക് വാങ്ങാനുണ്ട്. നമ്മുടെ ചെറുക്കുനിക്കുള്ള കുമാർ ബേക്കറി, നമ്മുടെ ശബിനാട്ടൻ്റെ കുമാർ ബേക്കറി. ഈ നാട്ടുകാർ ആരും അറിയാത്തുണ്ടാവില്ല. നമ്മുടെ നാട്ടിലെ ഫേമസ് നല്ല അടിപൊളി എല്ലാ അടിപൊളി പലഹാരങ്ങളും കിട്ടുന്ന നല്ല അടിപൊളി ബേക്കറിയാണ്. അവിടെ പോയിട്ട് നമ്മളൊരു കേക്ക് വാങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഏച്ചീൻ്റെയും ഏട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അവർക്ക് സർപ്രൈസായിട്ട് ഒരു കേക്കും വാങ്ങിയിട്ട് നമ്മൾ പോകുന്നതാണ്. സംഭവം അവർ ഷാൽവിയൻ്റെ പരിപാടി തന്നെയാണ്. അവൾ പറഞ്ഞ് നമുക്ക് ഒരു അച്ഛനും അമ്മയും വരുമ്പോഴേക്കും ഒരു കേക്കൊക്കെ വാങ്ങി സെറ്റാക്കി പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഞങ്ങൾ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ്. പാറു ഞാനും സുമേശേട്ടനും മാത്രമേ ഉള്ളൂ. ചെന്നപാട് കേക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം അവർ ഇനിയും എത്തിയിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഇത് അവരെത്തിയിട്ടുണ്ട്. രണ്ടാളും ഇതാ കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. 24ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് രണ്ടാളുടെയും. അങ്ങനെ ഇതാ വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാം പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിന്നെ തിരിച്ചു പോന്നിട്ടുണ്ട് രാത്രി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.